ഹേ ഗായ്സ്, റൂമിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നന്ദി ഹിൽസ് വരെ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ട്രിപ്പിൽ 2 ടിക്കറ്റും ബുക്ക് ചെയ്ത് രാത്രി 12:30 ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി. 4:30 ട്രെക്കിങ് തുടങ്ങിയിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തി. ഫുള്ള് ഇരുട്ടായിരുന്നു. പക്ഷേ ഓൺ ദ വേ ഇങ്ങനെ സിറ്റി വ്യൂ കാണാമായിരുന്നു. നല്ല രസമായിരുന്നു മുകളിൽ നിന്ന് ബാംഗ്ലൂർ കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാണാം. നല്ല ഭംഗിയില്ലേ. കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ എത്താറാകുമ്പോൾ ആൾക്കാരൊക്കെ ഓടുന്നു. 6-6:15 ചിലപ്പോൾ സൺറൈസ് മിസ്സാവുമെന്ന് വിചാരിച്ചാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്പീഡായിട്ട് പോയി. അവിടേക്ക് എത്തിയപ്പോൾ സണ്ണൊന്നുമില്ലായിരുന്നു. കുറേ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ റീൽസിൽ കാണുന്ന പോലെ ക്ലൗഡ്സ് ഒന്നും കാണാൻ കിട്ടിയില്ല. ചിലപ്പോൾ ഏപ്രിൽ ആയതുകൊണ്ടാവാം. പക്ഷെ നല്ല കാറ്റായിരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചതുകൊണ്ടും സൺറൈസിനെയും കാത്ത് കുറച്ച് നേരം അവിടെ കാറ്റ് ആസ്വദിച്ചായിരുന്നു. നല്ല ക്രൗഡും ആയിരുന്നു. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ മൊത്തം കൂവുക. എന്താ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ വരിക. സൺറൈസ് കാണാൻ നല്ല ഭംഗിയില്ലേ. ബാംഗ്ലൂർ വന്നിട്ട് കൊല്ലം 3 കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ സൺറൈസ് ട്രെക്കിംഗ് ആയിരുന്നു. കയറുമ്പോൾ ഫുൾ ഇരുട്ടായതുകൊണ്ട് വ്യൂസൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇറങ്ങുമ്പോൾ സ്റ്റെപ്സും വ്യൂസും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ സ്റ്റെപ്സ് ആയിരുന്നു. ഒരു 1000+ ഉണ്ടാവും. എവിടെയും ഗ്യാപ്പില്ല, ഫുൾ ഓഫ് സ്റ്റെപ്സ്. ഈ പാറയിൽ ഇത്രയും സ്റ്റെപ്സ് ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം. പിന്നെ കയറുമ്പോൾ കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഈസി ആയിരുന്നു. പെട്ടെന്ന് താഴത്തേക്ക് എത്തി. നമ്മൾ ട്രിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ആലോചിക്കായിരുന്നു സ്ട്രേഞ്ചേഴ്സിനൊപ്പം ട്രെക്കിങ് പോകണമെന്ന്. പിന്നെ ഗ്രൂപ്പിൽ കുറേ സ്റ്റുഡൻസ് ആയതുകൊണ്ടും 2-3 ഗൈഡ്സ് ഉണ്ടായതുകൊണ്ടും സേഫ്റ്റിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആകെ 70 കിലോമീറ്റേഴ്സ് ഉള്ള നന്ദി ഹിൽസിന് ബാംഗ്ലൂരിൽ നിന്ന് 12:30 പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.